മഹേശ്വരിയെ നമഃ. തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനൻ ഭഗവാനോട് പറയുന്ന 2-ാം അധ്യായമായ സാംഖ്യയോഗത്തിലെ 7-ാം ശ്ലോകം. കാർപ്പണ്യദോഷോപദസ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമുട്ടചേത ശ്രേയസ്യാനിഷ്ഠിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ഷാധി മാം ത്വാ പ്രപന്നം. അർജുനൻ പറയുന്നു, അല്ലയോ ഭഗവാനെ, അജ്ഞാനം കൊണ്ട് എന്തു ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. ധർമ്മം അറിയാത്തതിനാൽ ഞാൻ തളരുന്നു. ഇനി അങ്ങയുടെ ശിഷ്യനായി സ്വീകരിച്ച് എനിക്ക് ശ്രേയസ്കരമായത് എന്താണോ അതങ്ങ് എനിക്ക് ഉപദേശിച്ചു തന്നാലും, നിശ്ചയമായും അങ്ങ് എനിക്ക് ഉപദേശിച്ചു തന്നാലും. അർജുനൻ്റെ ഉള്ളിൽ വളരുന്ന ആശയങ്ങളെല്ലാം വിസ്തരിച്ചു. ഇതുവരെ തോടനായി മാത്രമാണ് അർജുനൻ ഭഗവാനെ കണ്ടത്. ഒരു തരത്തിലും ശരിയായ മാർഗം കണ്ടെത്താനാകാതെ ഭഗവാന്റെ ശിഷ്യത്വം ആവശ്യപ്പെടുകയാണ് അർജുനൻ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഗുരുവും അർജുനൻ ശിഷ്യനുമായി മാറുന്നു. ആത്മവിദ്യ ഉപദേശിക്കാൻ അർഹനാകുന്നു. എല്ലാ വിദ്യകളും പോലെയല്ല ആത്മവിദ്യ. അറിയുണ്ടെന്ന അഹങ്കാരം പൂർണ്ണമായി വെടിഞ്ഞ് വിനയത്തോടെ ഗുരുവിനെ സമീപിച്ചാലേ ആത്മവിദ്യ സ്വായത്തമാകൂ. അമ്പുറ്റമ്മ പറയാറില്ലേ, ഗുരുവിനെ അനുസരിക്കുന്നത്, ഗുരുവിനെ ആരാധിക്കുന്നത് ഒരിക്കലും അടിമത്വമല്ല. അതിൽ നിന്ന് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. അത് ശാശ്വതമായ ആനന്ദത്തിലേക്കുള്ള കാൽവെപ്പ് കൂടെയാണ്. സീറോ ആയാലേ ഹീറോ ആവാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉന്നതനായ സയൻറ്റിസ്റ്റിന് പോലും ഓഴക്കുഴൽ വായന പഠിക്കണമെങ്കിൽ അതിൽ വിദഗ്ധനായ ഒരാളുടെ ശിഷ്യത്വം നേടണ്ടേ. ഭക്തനും മഹാപണ്ഡിതനുമായിരുന്നു രാവണൻ. എന്നിട്ടും എന്ത് സംഭവിച്ചു? ചോറിൽ കല്ല് വീണതുപോലെ ആയി. ഗുരുത്വം ഇല്ലാതെ പോയി. ഫലമോ സ്വന്തം അഹങ്കാരം സമ്പൂർണ്ണ നാശത്തിലേക്കും നയിച്ചു. ഇന്ന് ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി കാർ AC ആക്കുന്നു, വീട് AC ആക്കുന്നു, ഓഫീസ് AC ആക്കുന്നു. പക്ഷേ നമ്മുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യാൻ മാത്രം നമ്മൾ പഠിക്കുന്നില്ല. മനസ്സിനെ എയർ കണ്ടീഷൻ ചെയ്യുന്നതാണ് യഥാർത്ഥ ആധ്യാത്മികത എന്ന് അമ്പുറ്റമ്മ പറയുന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നതും ഇതേ വിദ്യ തന്നെയാണ്. ഭൂമിയിലെ എല്ലാം നമുക്ക് ഗുരുവാണ്. എല്ലാത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാൻ കാണും. ഉറുമ്പുകളുടെ കഥ തന്നെ നോക്കൂ. വഴിയിൽ തടസ്സമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിനെ മറികടന്നു പോകും, അല്ലെങ്കിൽ മറ്റ് മാർഗം തേടിയിരിക്കും. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അവ തടഞ്ഞിരിക്കാറില്ല ഒരിക്കലും. ഇവിടെ അർജുനന് കർത്തവ്യം നിറവേറ്റാൻ വ്യഗ്രതയുണ്ട്. പക്ഷേ ഹൃദയദൗർബല്യം മൂലം ആ കടമ നിറവേറ്റാൻ സാധിക്കുന്നില്ല. പക്ഷേ ഭഗവാൻ പൂർണ്ണമായ ശരണാഗതി അറിഞ്ഞപ്പോൾ കാരുണ്യം അർജുനിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇതുപോലെ നമ്മളും ഗുരുപാദ പത്മങ്ങളിൽ അഭയം പ്രാപിച്ചാൽ നമുക്കും ജീവിതത്തിൽ ശാന്തിയും വിജയവും കൈവരിക്കാൻ സാധിക്കും. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കണമേ എന്ന് അമ്പുറ്റമ്മയോട് പ്രാർത്ഥിക്കാം.